എന്തായാലും 3 നേരം എന്തെങ്കിലും വെട്ടി വിഴുങ്ങണ്ടേ? നിനക്ക് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിച്ചൂടെ? അതെ, മാന്യന്മാരോട് മതി, നിന്നോട് വേണ്ട. ഈ നീ ഇടാനുള്ള വിളികളൊക്കെ പുറത്തുള്ളവരുടെ മുന്നിൽ വെച്ച് വേണ്ട കേട്ടോ. ഞാനിനി അങ്ങനെ വിളിക്കൂ? നീ 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 എടാ എടാ. നീ മോനെ, നീ പോ. അവളാകെ തിളച്ചിരിക്കുക. അവൻ വന്നാലേ തിളപ്പ് മാറുള്ളൂന്ന് അറിയാം. പക്ഷെ അവൻ വരാൻ ഞാൻ ഒരിക്കലും പറയില്ല. അവൻ ഇനി വരത്തുമില്ല. എന്റെ കുഞ്ഞിനെ കൊണ്ട് അവനെ അച്ഛാന്ന് വിളിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങിപ്പോകാത്തത്. അവനെ പുറത്താക്കാൻ വേണ്ടി എന്തെല്ലാം പറഞ്ഞു, എന്നിട്ട് ആ പാഴ് പോകുന്നില്ല. ഇനിയിപ്പൊ നിങ്ങൾ ചെന്ന് പറ, എന്റെ വയറ്റിൽ കിടക്കുന്നത് അവന്റെ കുഞ്ഞല്ലാന്ന്. അങ്ങനെയെങ്കിലും പോട്ടെ. മോളെ, ദീപൻ ഇപ്പൊ വരുന്നില്ല. ഉണ്ണി പോയാ ദീപൻ നിന്റെ അരികിലേക്ക് വരുമെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ വരില്ലെന്ന് അവൻ തന്നെ പറഞ്ഞില്ലേ? നിന്റെ കുഞ്ഞിന്റെ അച്ഛനാകാൻ അവൻ ഇല്ലെന്ന് എന്റെ മുഖത്ത് നോക്കിയപ്പോലെ അവൻ പറഞ്ഞിട്ടുള്ളതാ. ഇവൻ പോയി കഴിഞ്ഞാ ദീപേട്ടന്റെ കൈയും കാലും പിടിച്ച് ഇവിടെ കൊണ്ടുവരാൻ എനിക്കറിയാം. മോളെ, നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാ ഒറ്റയ്ക്ക് അതിനെയും കൊണ്ട് ജീവിതം ജീവിച്ചു തീർക്കാൻ വലിയ പാടാ. ആയിക്കോട്ടെ, എന്തായാലും ഇതേപോലെ ഒരു ഏണിയെ ചുമന്നോട്ട് പോകുന്നതിൽ നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാ. മോളെ, ദേ, നിങ്ങളെ പറ്റി ചിന്തിച്ചാ മതി. ഇവിടുന്ന് പടി ഇറങ്ങേണ്ടി വന്നാ പിന്നെ ഭർത്താവ് പോലും ഇല്ല തുണയ്ക്ക്. ജയിലിൽ കിടക്കുന്ന ആള് അവിടുന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്കൊപ്പം ജീവിക്കൊന്നും കരുതണ്ട. അയാൾ എനിക്കൊപ്പം ജീവിക്കണ്ട. ഇനി ഒന്നിച്ച് ജീവിച്ചാലേ ഞാനായിരിക്കും ജയിലിലേക്ക് പോകുന്നത്, അയാളെ കൊന്നിട്ട്. എന്റെ ജീവിത കഷ്ടത്തിലായത്. അമ്മയും പപ്പയും ഭർത്താവായിട്ട് വന്നവനും ഒക്കെ വേസ്റ്റാ. ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും. നിനക്ക് ഇന്നീ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായതേ നിന്റെ പപ്പയും ഞാനും വിചാരിച്ചിട്ടാ. എന്തോന്ന് സൗഭാഗ്യം? ആണും പെണ്ണും കേട്ട ഒരുത്തനെ കൊണ്ട് താലി കെട്ടിച്ചതാണോ എന്റെ സൗഭാഗ്യം? അന്ന് നിനക്കത് ഭാഗ്യം തന്നെയായിരുന്നു. നിന്റെ വാശിമൂല ഉണ്ണി നിന്റെ ഭർത്താവായത്. അന്നേ ഞാൻ മരിച്ചു കഴിഞ്ഞു. എന്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ പരാജയം അത്. മോളെ, നിനക്കിതൊക്കെ ചിലപ്പോ തിരുത്തി പറയേണ്ടി വരും. ഒരിക്കലും ഞാൻ തിരുത്തില്ല. ആ പവിത്രയും കാർത്തു നോക്കിയ ഭാഗ്യം ചെയ്തവര്. ഒന്നുമില്ലെങ്കിലും അവർക്ക് കിട്ടിയത് നല്ല ആണുങ്ങളെ, പെണ്ണിന്റെ മനസ്സറിയുന്ന ആണുങ്ങളെ. ഇതൊരു ചവറ്റുകൊട്ടയിൽ കളയേണ്ട സാധനത്തെ എന്റെ തലയിൽ എടുത്തു വെച്ചു. എന്റെ കാലദോഷം. ടെസ്റ്റ് റിസൾട്ട് ഉടനെ തരാം. അതവിടെ നിൽക്കട്ടെ. താനിപ്പോ ഒരു അച്ഛനാവാൻ പോവാണ്. ആ സമയത്തെന്താ ഇങ്ങനെ ഒരു സംശയം? ഡോക്ടർക്ക് ഒന്നും തോന്നരുത്. മുൻപ് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്നപ്പോ ഡോക്ടറുടെ ജൂനിയറാ ടെസ്റ്റുകളൊക്കെ നടത്തിയത്. അന്നത്തെ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു എനിക്ക് കുട്ടികളുണ്ടാവാൻ പ്രയാസമാണെന്ന്. പ്രയാസമാണെന്നേ പറഞ്ഞുള്ളൂ, കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ല. എടോ, നല്ലൊരു ഡോക്ടർ സഹായം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാവുന്നേ ഉള്ളൂ. ഞാൻ അന്ന് തന്നോട് വിശദമായി പറഞ്ഞാണല്ലോ, ഒരു സർജറി നടത്തിയാൽ തന്റെ പ്രശ്നം തീരുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. എന്നിട്ടും എന്റെ വൈഫ് പ്രഗ്നന്റ് ആയി. അതിൽ താൻ സന്തോഷിക്കല്ലേ വേണ്ടത്? തനിക്കെന്താ ഭാര്യയെ സംശയമാണോ? വ്യക്തമായി പറഞ്ഞ അതെ. അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഡോക്ടർ. സ്വന്തം പ്രൊഫഷനിൽ പോലും താൻ പരാജയപ്പെട്ടു. തന്റെ ഫാദറിലോ തനിക്കൊരു ഹോസ്പിറ്റൽ ഇട്ട് തന്നുകൊണ്ട് കൃത്യമായ പ്രാക്ടീസ് ഇല്ലാതെയാ താൻ MD-യുടെ കസാര കയറിയിരുന്നത്. ആ പൊസിഷനിലിരുന്നപ്പോ മറ്റു ഡോക്ടർമാരുടെ ഉപദേശം കേൾക്കാനും അവരെ ഫോളോ ചെയ്യാനും തനിക്ക് പറ്റിയില്ല. അതുകൊണ്ടിപ്പോ എന്തായി? നല്ല നിലയിൽ പഠിച്ചിറങ്ങിയിട്ടും അതിന് ഫലമില്ലാതെ പോയില്ലേ? കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ. ഇനി എനിക്ക് എന്റെ ജീവിതം തന്നെ തിരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. തന്റെ ഹിസ്റ്ററി അറിയാവുന്ന ആരും തന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കണ്ട. വേണ്ട ഡോക്ടർ, പ്രൊഫഷണലി ഞാൻ പരാജയപ്പെട്ടു. പക്ഷേ ലൈഫിൽ പരാജയപ്പെടരുതെന്ന് ആഗ്രഹമുണ്ട്. ഈ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ ആ കുഞ്ഞ് തന്റെ അല്ലെങ്കിൽ ലൈഫിലും താൻ പരാജയപ്പെട്ടില്ലേ? ഒരിക്കലുമില്ല. അന്യന്റെ കുഞ്ഞിന് ഒരാൾ അച്ഛനാവുമ്പോഴാ അയാൾ പരാജയപ്പെടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു തർക്കത്തിന് ഞാനില്ല ഡോക്ടർ. എനിക്ക് എന്റെ മനസ്സിൽ കടന്നുകൂടിയ കരടെടുത്ത് കളയണം. എന്റെ വൈഫിന് എന്നോട് സ്നേഹവുമില്ല. ഞാൻ അവൾക്കൊപ്പം ജീവിക്കണമെന്ന് പോലും അവൾക്കൊരു താല്പര്യമില്ല. ആ രീതിയിലാ അവളുടെ പെരുമാറ്റം. അതിന്റെ കാരണം
ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ ഡോക്ടർ? ഞാൻ നാളെ വരാം. ശരി. ആന്റി, എന്താ ആന്റി ഡോക്ടർക്ക് പറ്റിയത്? ചോദിച്ചില്ലേ ഡോക്ടറോട്? മഞ്ജുവിനെ അനന്തുവിനൊക്കെ അയാൾക്ക് ജീവനായിരുന്നല്ലോ. അപ്പോ നിങ്ങളോട് പറയേണ്ടതാണല്ലോ അയാൾക്ക് എന്താ പറ്റിയെന്ന്. ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഈ വീടിപ്പോ ഒരു യുദ്ധഭൂമിയാ. കണ്ടു കഴിഞ്ഞാ വഴക്ക. അങ്ങേർക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ വന്നപ്പോ മുതലാ ഈ മാറ്റം കണ്ടത്. മുമ്പൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാവുമ്പോ ഞാൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുമായിരുന്നു. ഇപ്പൊ അതുകൊണ്ടും രക്ഷയില്ല. ചത്തോളാൻ പറയുക. പ്രത്യേകിച്ച് ആരെങ്കിലും ഇവിടെ വരുവോ മറ്റോ ചെയ്തായിരുന്നോ? ഇവിടെ ഇപ്പൊ അങ്ങനെ ആരും വരുന്നില്ല. ചെക്കപ്പിന് വരുന്നവരെയൊക്കെ മൂഡ് ശരിയല്ലെന്നും പറഞ്ഞു വിടുക. ഞങ്ങളെ ഒഴിവാക്കുന്ന പോലെ സംസാരിച്ചത്. ഡോക്ടർക്ക് എന്തോ നല്ല മാനസിക പ്രശ്നമുണ്ട്. അങ്ങേരെപ്പോഴും എന്റെ അടുത്ത് പറയാറുണ്ട് ഏതെങ്കിലും നല്ല സൈക്കാട്രിസ്റ്റിനെ കാണാൻ. ശരിക്കും അങ്ങേരെ കാണേണ്ടത്. നിങ്ങളിതുവരെ പോയില്ലേ? ഇവർക്കും സംശയമുണ്ട് നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന്. നിങ്ങളുടെയൊക്കെ സംശയം മാറ്റില്ലല്ല എന്റെ പണി. മഞ്ജുവിനോട് അനന്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണാണെങ്കിൽ വരാം, കണ്ടിട്ട് പോകാന്ന്. എന്തായാലും മഞ്ജുവിന്റെ ഡെലിവറി കഴിയുന്നവരെ ഞാൻ വരണ്ടെന്ന് പറയില്ല. ട്രീറ്റ്മെന്റ് മുടക്കില്ല. ട്രീറ്റ്മെന്റിനേക്കാൾ മേലെയായിരുന്നു ഡോക്ടറെ ഡോക്ടർ ഞങ്ങൾക്ക് തന്നിരുന്ന സ്നേഹം. പ്രത്യേകിച്ച് ഇവൾക്ക്. എല്ലാ സ്നേഹവും എല്ലാ കാലവും നിലനിൽക്കില്ല. സാഹചര്യത്തിനനുസരിച്ച് അത് മാറ്റം വരാം. ഏറ്റക്കുറച്ചിലുണ്ടാവാം. എന്തിനാണെങ്കിലും ഒരു കാരണം കാണില്ലേ? നിങ്ങൾക്ക് മഞ്ജു എന്ന് വെച്ചാൽ ജീവനായിരുന്നല്ലോ. സ്വന്തം മോളെ പോലെയാണെന്നൊക്കെ നിങ്ങൾ ഇടയ്ക്ക് പറയുമായിരുന്നു. മഞ്ജുവിടെ വന്ന ശേഷം ആര്യമോളെ പറ്റി പോലും നിങ്ങൾ മറന്നുപോയതാ. ഇപ്പൊ ആര്യയില്ല, മഞ്ജു ഇല്ല. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണം ഡോക്ടറെ. നിങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ഭാഗത്താ വീഴ്ച സംഭവിച്ചത്. അതിനെപ്പറ്റി ഇനി വിശദമാക്കാനൊന്നും താല്പര്യമില്ല. അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ശരിക്കും പറഞ്ഞ ഇന്ന് ചെക്കപ്പിന് വേണ്ടിയല്ല ഞങ്ങൾ വന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോ ഡോക്ടർക്ക് നല്ല മാനസിക പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ അത് മാറിക്കാണോന്ന് കരുതിയ ഓടിയെത്തിയത്. ഇത്തവണ ചിരിച്ചുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കുന്ന ആ പഴയ ഡോക്ടറെ ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്തായാലും വലിയ നിരാശയുണ്ട്, വിഷമവും. പോവാനെന്തു കേട്ടാ? പോയിട്ട് വരാം. നിക്ക്. ഇനി ഇവിടേക്ക് വരേണ്ട ഡേറ്റ് എന്നാണോ അന്ന് മാത്രം വന്നാ മതി. ചെക്കപ്പിന് വേണ്ടി മാത്രം. വാ. ഓരോരുത്തരെ സ്നേഹിക്കുക, എന്നിട്ട് വേദനിപ്പിക്കുക. അത് നിങ്ങൾക്കൊരു രസമാണല്ലേ? ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും നിരാശ അനുഭവിച്ചിട്ടില്ല ഇതുവരെ. ആ പോയ മഞ്ജുവിന്റെ അമ്മയായിട്ട് നിങ്ങൾക്ക് അടുപ്പമുണ്ടായിരുന്നില്ലേ? മഞ്ജുവിന്റെ അമ്മയായിട്ട് മാത്രമല്ല, എനിക്ക് ഒരുപാട് സ്ത്രീകളുടെ അടുപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പേരിൽ ഇനി ഒരു ചർച്ച വേണ്ട. നിനക്കിതുവരെ തല്ലൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അതേരന്ന് വാങ്ങണ്ട. ആഹാ, നിങ്ങൾ എന്നെ തല്ലുവോ? അതിന് നിങ്ങളുടെ കൈ പൊങ്ങോ? അത് തല്ലുകൊണ്ട് കഴിയുമ്പോ അറിയാം. നീ പിന്നെ വന്നോ? എന്താടാ വീട്ടിൽ നിന്ന് പുറത്തായോ? എടാ, നിന്നെ അമ്മയും മോളും കൂടെ പുകച്ച് പുറത്ത് ചാടിച്ചോന്നു. ഇതുവരെ ഇല്ല. ഞാൻ പറഞ്ഞത് നീ ചെയ്തായിരുന്നു? എടാ, ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടായിരുന്നോന്ന്? ഇല്ല. ഇല്ലേ? എടാ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിന്റെ ആണോ അല്ലയോ എന്ന് അറിയണ്ടായോ? അത് തൽക്കാലം അറിയണ്ടെന്ന് വെച്ചിരിക്കുക. എനിക്ക് മനസ്സിലായി. അതറിയാൻ ശ്രമിച്ചാൽ നിനക്ക് നിരാശപ്പെടേണ്ടി വരും.
എടാ കുഞ്ഞ് നിന്റേതല്ലെന്നറിഞ്ഞാൽ പിന്നെ നിനക്ക് വീട് വിട്ടിറങ്ങാതെ രക്ഷയില്ല. തൽക്കാലം നിന്നെ കൊണ്ട് അതിന് പറ്റില്ല. അതുകൊണ്ട് അവിടെ ചുരുണ്ടുകൂടാൻ വേണ്ടി നീ ടെസ്റ്റ് നടത്താതിരിക്കുക. അപ്പൊ മാമൻ ഉറപ്പാണ് ആ കുഞ്ഞ് എന്റെ അല്ലെന്ന്? എടാ എനിക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഉറപ്പല്ലേ, നിനക്കൊഴിച്ച്. ആ പിന്നെ നീ വന്ന സ്ഥിതിക്ക് ഒരു സന്തോഷ വാർത്ത ഞാൻ പറയാം. ഞാൻ ഉടനെ ഇവിടുന്ന് പുറത്തിറങ്ങും. ചിലപ്പോ 2 ദിവസത്തിനകത്ത് തന്നെ. പരോളിലൊന്നുമല്ല, സ്ഥിരമായിട്ട് തന്നെ. ഞാൻ മതിലകത്തോട്ട് വന്നാൽ എന്നെ അവിടെ കയറ്റുമെന്ന് അറിയില്ല എന്റെ ഭാര്യയും മോളും. എല്ലാവർക്കും വിഷം തന്ന് കൊല്ലാൻ നോക്കിയതല്ലേ, പിന്നെ കയറ്റുവോ? എടാ നീ അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു കൂര കുത്തിയിരുന്നെങ്കിൽ നമ്മക്ക് 2 ആൾക്കും കൂടെ അവിടെ കൂടായിരുന്നു. അപ്പോഴും എന്നെ വെറുതെ വിടില്ല അല്ലേ? എടാ നിനക്ക് വേറെ ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ. പിന്നെ നീ പറമ്പിൽ കൃഷി ഇറക്കാൻ നോക്കി, അത് 8 നിലയെ പൊട്ടി. അവിടെയുള്ള പച്ചപ്പ് പോലും കരിഞ്ഞു പോയി. അപ്പൊ പിന്നെ തൊഴിൽ രഹിതരായ നമുക്ക് 2 പേർക്കും എവിടെയെങ്കിലും പോയി തോർത്തും വിരിച്ചിരിക്കാം. എന്റെ ഭാവി ഞാൻ തീരുമാനിച്ചോളാം. പിന്നെന്തിനാ ഇപ്പൊ നീ എന്നെ കാണാൻ വന്നത്? മാമൻ എവിടെയാണെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മാമനെ വന്ന് കാണണമെന്ന് തോന്നുക. ഇതുപോലൊരു മോളെ എന്റെ തലയെ കെട്ടിവെച്ചതാണല്ലോ, അതിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നന്ദി പറയണമല്ലോ. എടാ ഒന്നും ആരുടെയും കുഴപ്പമല്ല. ഞാൻ എന്റെ പത്രാസ് കാട്ടി നിന്നെ വിളിച്ചപ്പോ നിനക്കെല്ലാം തന്ന് നിന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് ചേട്ടനെ തള്ളിക്കളഞ്ഞിട്ട് ഞങ്ങളോടൊപ്പം ചേർന്നത് നിന്റെ തെറ്റ്. എടാ പണം കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ലടാ. അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവനാണ് ഞാൻ. ഈ സാധനം ഇല്ലാതെ വന്നാ പിന്നെ ഭാര്യയും ഇല്ല, മോളും ഇല്ല. അതുകൊണ്ട് ഇത് ഒരുപാട് ഉണ്ടാകാത്തതാണ് നല്ലത്. കണ്ണനും പവിത്രയും ഒക്കെ ഇപ്പം മാന്യമായിട്ട് ജീവിക്കുന്ന കണ്ടോ? അവരൊരു തട്ടുകട തുടങ്ങി, അത് വൻ വിജയമായി. എന്തു പണിയും ചെയ്യാൻ മടിയില്ലാത്തവർക്ക് എങ്ങനെയും ജീവിക്കാം. അത് കണ്ട് വെള്ളമിറക്കി നമുക്കും. ആ പിന്നെ നീ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ദീപന്റെ പേരിൽ എന്റെ മോള് ഒരു 3.5 ഏക്കർ പറമ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോ കണ്ണനും പപ്പനും ഒക്കെ ജോലി ചെയ്യുന്ന ആ പറമ്പ് അത് വിലയ്ക്ക് കൊടുത്താണെന്നൊക്കെ അവള് പറയുന്നത്. എങ്കിലും അതിൽ സത്യം ഒന്നും കാണത്തില്ല. നിന്നെ അവള് കെട്ടാൻ വേണ്ടി നിനക്ക് ഞങ്ങളത് സ്ത്രീധനം തന്നതാണ്. ഒരു ആശുപത്രി കൂടി അതിന് പോലും തന്നു. എന്നാ ഇവിടെ ദീപനൊപ്പം ജീവിക്കാൻ വേണ്ടി അവൾ ആ പറമ്പ് അവന് ഇഷ്ടദാനം കൊടുത്തതാ. അങ്ങനെ ഒരു തോന്നൽ ഇപ്പൊ എനിക്കുണ്ട്. അങ്ങനെ ഇഷ്ടദാനം കൊടുക്കണമെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്നത് ആരുടെ ചോരയായിരിക്കുമെടാ? നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് അത് ഞാൻ ഉറപ്പിക്കില്ല. എനിക്ക് സ്വയം ബോധ്യപ്പെടണം അതിൽ സത്യം ഉണ്ടെന്ന്. എടാ അങ്ങനെ ബോധ്യപ്പെടാനല്ലയോ നീ കൊണ്ടുപോയി നിന്റെ ശരീരം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. മാമൻ എപ്പോഴാ പുറത്തിറങ്ങുന്നത്? ഇനി കുഞ്ഞ് അവന്റെ എല്ലാം നിറഞ്ഞ് എന്നെ കൊല്ലാൻ വേണ്ടിയാണോ? എന്തിനാ നീ ചോദിച്ചേ? അല്ല, 2 ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തിറങ്ങോ? ഉറപ്പൊന്നുമില്ല. സൂപ്രണ്ട് കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോ ഉടനെ പുറത്തിറങ്ങാൻ കരണാന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അത്രേ ഉള്ളൂ. ആ എന്നാ പിന്നെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് കാണാം. അവൻ പറഞ്ഞതിൽ എന്തോ പന്തികേടുണ്ടല്ലോ. ഇനി ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്നെ തല്ലിക്കൊല്ലാനോ മറ്റോ ആണോ? അവന്റെ സംസാരമൊക്കെ കേട്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. ഓ നീ എന്തിനാ മഞ്ജു ഇങ്ങനെ വിഷമിക്കുന്നത്? ഒരിക്കൽ പോയപ്പോ ഡോക്ടറുടെ മൂഡ് ശരിയല്ലെന്ന് അനന്തോട്ടം പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളെ അവഗണിച്ചതെന്ന് നമ്മൾ കരുതി. എന്നാൽ ഇന്നോ അവിടെ ചെന്നപ്പോ മരുന്നിന് എഴുതി തന്നു. അതിനപ്പുറം ഒരു സംസാരവും ഉണ്ടായില്ല. സ്നേഹത്തോടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അദ്ദേഹം ഇടയ്ക്ക് നമ്മളെ സ്നേഹിച്ചു, നമ്മളെ മക്കളായി കണ്ടു. ഇപ്പൊ ആ സ്വഭാവത്തിൽ മാറ്റം വന്നു. നമ്മളെ ജീവന തുല്യം സ്നേഹിക്കണമെന്ന് പറയാൻ അദ്ദേഹം നമ്മുടെ ആരും അല്ലല്ലോ. എന്നാലും
എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അനന്തേട്ടാ. അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ നമ്മുടെ ആവശ്യം എന്തായിരുന്നു മഞ്ജു? നമുക്കൊരു കുഞ്ഞു വേണമായിരുന്നു. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം നടന്നില്ലേ? ഇനി ഏതായാലും അദ്ദേഹം അവസാനം വരെ നിന്നെ നോക്കാതിരിക്കില്ല. എന്റെ അമ്മയും ഡോക്ടർ ജീവനും തമ്മിൽ എന്താ ബന്ധം? അവര് രണ്ടാളും ഒരേ കോളേജിലാ പഠിച്ചതെന്ന് പറഞ്ഞു. അന്നാണ് അകൽച്ച ഉണ്ടായതെന്നും ഇടയ്ക്ക് സൂചിപ്പിച്ചു. എന്തായിരുന്നു ആ അകൽച്ച? അതേപ്പറ്റി നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? അതിന്റെയൊക്കെ പിന്നാലെ ഇനി നമ്മൾ നടക്കണം മഞ്ജു. എനിക്ക് എന്തൊക്കെയോ സംശയം ഉണ്ട് അനന്തേട്ടാ. എന്റെ അമ്മയും ഈ പറയുന്ന ഡോക്ടർ ജീവനും തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലായിരുന്നു എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പച്ചി അത്രയ്ക്കും തരംതാണ കൂട്ടത്തിലൊന്നും അല്ല. കാർത്തൂനെ കണ്ടപ്പോ ഇത്തിരി മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാ അതിനു മുമ്പുള്ള അപ്പച്ചിയെ ഞങ്ങളെപ്പോലെ തന്നെ നിനക്കും അറിയാലോ, 100% പെർഫെക്റ്റ് ആയിരുന്നു അപ്പച്ചി. അങ്ങനെ പെട്ടെന്ന് ആണുങ്ങളോടൊന്നും അടുത്തിടപഴകുന്ന കൂട്ടത്തിലൊന്നും ആയിരുന്നില്ല. എവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അനന്തേട്ടാ. ഡോക്ടർ ജീവനും അമ്മയെ കുറിച്ച് കേൾക്കുന്നത് ഭയമായിരുന്നു. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ അതെന്റെ അമ്മയ്ക്ക് സഹിക്കില്ലായിരുന്നു. അന്ന് അവര് വീട്ടിൽ വെച്ച് കണ്ടപ്പോ രണ്ടാളും പരസ്പരം നോക്കിയത് ശ്രദ്ധിച്ചായിരുന്നു. കാണാൻ പാടില്ലാത്തവര് കണ്ടു. അങ്ങനെയായിരുന്നു അവരുടെ കൂടിക്കാഴ്ച. അതൊക്കെ ഞാനും ശ്രദ്ധിച്ചതാ. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം എന്തോ അവര് തമ്മിലുണ്ട്. ഇനിയിപ്പൊ അതിന്റെ പിന്നാലെ പോവുകയാണോ നീ? ഡോക്ടർ പഴയ പോലെ നമ്മളെ പരിഗണിക്കാത്തത് എന്താണെന്ന് അറിയണമല്ലോ. ഡോക്ടറെ എന്റെ അമ്മ ഭീഷണിപ്പെടുത്തിയോ അതോ സ്വാധീനിച്ചോ എന്നും അറിയണം. കാർത്തൂന് കുറച്ച് ബന്ധുക്കളുണ്ട്. ജയിലിൽ കിടന്ന അവളുടെ ഏട്ടൻ ഉൾപ്പെടെ കുറെ ക്രിമിനൽസ്. അവരെ വിട്ട് എന്റെ അമ്മ ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയോന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്ക് ഡോക്ടറെ ഒന്ന് കാണാം. എന്നിട്ട് ശാന്തമായി എല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുവരെ ഇനി ഇതേപ്പറ്റി സംസാരമൊന്നും വേണ്ട. നീ വാ, കേറ്. വാ. സാറേ, എങ്ങനെയുണ്ട്? ദീപേട്ടൻ വാങ്ങി തന്ന സാരിയാ. തനിക്കെന്ത് തോന്നി? വളരെ നന്നായിട്ടുണ്ടല്ലേ? ഏറ്റവും വില കൂടിയ സാരിയാ വാങ്ങിച്ചോണ്ട് വന്നേ. എന്തിനാ ഇങ്ങനെ പൈസ കളയുന്നത്? ഇനിയിപ്പോ തനിക്ക് വേണ്ടി എത്ര പണം വേണമെങ്കിലും ദീപം കളയും. തട്ടുകടയിൽ അവൻ പണിയെടുക്കുന്നതിനെ എല്ലാ ദിവസവും ഒരു തുക കിട്ടുന്നുണ്ട്. പിന്നെ അവന്റെ പറമ്പിലെ കണ്ണേട്ടനും പപ്പേട്ടനൊക്കെ ജോലി ചെയ്യുന്ന ആ ഇനത്തിലും ചെറിയ വരുമാനമൊക്കെ ഉണ്ട്. പിന്നെ 3 നേരം ഭക്ഷണം കടയിൽ നിന്ന് തന്നെ കഴിക്കുന്നത്. അത് അങ്ങനെ തന്നെ വേണമെന്ന് കണ്ണേട്ടൻ നിർബന്ധം, അറിയാലോ. പിന്നെ ഈ കിട്ടുന്ന പൈസയൊക്കെ അതുപോലെ തന്നെ അവന്റെ അക്കൗണ്ടിലുണ്ട്. അത് ഭാവിയില് ദീപേട്ടന് തന്നെ പ്രയോജനപ്പെടും, ഇങ്ങനെ ദൂർത്തടിച്ച് കളഞ്ഞില്ലെങ്കിൽ. അവൻ തനിക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ വാങ്ങി തരുന്നുണ്ടെങ്കിൽ അവനത് ദൂർത്തല്ലെന്നാ പറയുന്നത്. ഇന്നലെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചു, എന്നോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ആങ്ങളമാരൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാ കാണുന്നത്. ആങ്ങളെയായിട്ടോ മാമനായിട്ടോ ചെറിയച്ഛനായിട്ടോ ഒക്കെ തനിക്ക് അവനെ കാണാം. ആങ്ങളെയായിട്ട് കണ്ടാ മതി. മാമനും ചെറിയച്ഛനും ഒക്കെ ആവുമ്പോ കുറച്ചുകൂടെ പ്രായം കൂടില്ലേ? ഈ പ്രായത്തിലുള്ളവർക്ക് എന്താ അങ്ങനെയൊന്നും ആവാൻ പാടില്ലേ? ആങ്ങളെയായി കണ്ട ആള് ഇനി അങ്ങനൊന്നും ആവണ്ട. അല്ല, പുതിയ സാരിയൊക്കെ ഭംഗി നോക്കാൻ എടുത്തതാണോ അതോ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ആ, ഒരിടത്ത് വരെ പോണം. എവിടേക്ക്? അമ്പലത്തിലേക്കാണോ? അല്ല, ഒന്ന് മതിലകം വരെ പോണം. മതിലകത്തോ?